ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. ഇത് മസാല ചിക്കൻ കറി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കൂടുതലും മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചപ്പാത്തിനൊപ്പാണെങ്കിലും ചോറിനൊപ്പമൊക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇതിൽ കോമ്പിനേഷനായിട്ട് തോന്നിയത് ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ നമുക്ക് മസാല ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് 1/4 കപ്പ് തൈര്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കനിലെ മസാല എല്ലാതും പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 9 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊക്കെ ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ ചൂടാറി വരട്ടെ. അതിനുശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ചിക്കൻ 2 സൈഡും ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് ഞാനൊരു അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് അരയ്ക്കണ സമയത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അരച്ച് നോക്കുക, വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വീണ്ടും അരയ്ക്കുക. അങ്ങനെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് 1 ടീസ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. തരിയില്ലാണ്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലില്ലേ, അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ഉണ്ട വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള നല്ലപോലെ ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. ഇത് സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പെല്ലാം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഈ മസാലയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ അരച്ചെടുത്തുള്ള മിക്സി ജാറില്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളവും അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഗ്രേവി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തത് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം വേണമെന്നൊന്നും നിർബന്ധമില്ല, പച്ചവെള്ളം ആയാലും മതി. തിളയ്ക്കുന്ന സമയം അത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വറ്റി വരണം. നമ്മുടെ കറി വെള്ളം പോലെ തോന്നുമെങ്കിലും നമ്മളൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ഈ മസാലയും നല്ല പോലെ ഒന്ന് മിക്സായി വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ മസാല ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനും മസാലയും എല്ലാം നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ഫ്ലേവർ ഉള്ള ഒരു ചിക്കൻ കറിയാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. കൂടുതൽ എനിക്ക് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിരൊപ്പമാണ്. ചപ്പാത്തിരൊപ്പം നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ്. ഏകദേശം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഈ കറിയുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.